സ്വഭാവ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചൊല്ലു, വഖിനാ അദാബന്നാർ. ഓ റബ്ബേ, നരകമല്ലാത്ത നരക, ആ നരകത്തിന് അദാബ് നമുക്ക് തടുക്ക സഹിക്കാവുള്ള അല്ലാഹ്. ആ നരകത്തിന് ഭയാനകമായ അദാബ് അല്ലാഹ് മുത്തായ നബി തങ്ങൾ നരകത്തിന് വർണ്ണിച്ചപ്പോ ഒരു നാള് ഹബീബായ നബി തങ്ങൾ ചൊന്നു, ഓ സ്വഹാബാ, ഒരു ഘോരമായ വലിയ സൗണ്ട് കേട്ടപ്പോ നബി തങ്ങളുടെ സ്വഹാബത്തിലിട്ട് കേട്ടു, സ്വഹാബാ, ആ സൗണ്ട് കേട്ടത് എന്തിനെ കൊണ്ടുണ്ടാ? അത് സുനാമി വന്നതല്ല, അത് പ്രളയം വന്നതല്ല, അത് ഭൂചലനം ഉണ്ടായതല്ല, അത് വലിയ ചെടില് വന്നതല്ല. സ്വഹാബത്ത് ചൊന്നു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹു നബി തങ്ങൾ അല്ലാതെ നഗകത്തില്ല ചെന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചൊല്ലു, ആ കേട്ട സൗണ്ട് എന്തിനെ കൊണ്ടുണ്ടോ? 70 വർഷத்துக்கு മുന്നോ ഈ ഭൂമിയിലോ നരകത്ത് കിട്ട ഒരു കല്ലുണ്ടല്ലേ, അത് നരകത്തുക്ക് പോയിട്ട് എത്തുമ്പോ 70 വർഷമായിട്ട് ആ നരകത്തുക്ക് എത്തിയ സൗണ്ട് നബി തങ്ങളുടെ മോചനത്തിന്റെ കാതുക്ക് കേൾപ്പാട്ടി കൊടുത്തിട്ടുണ്ടായ ആ നരകത്തിന് ഭയാനകയത്തരേ മുസ്ലിമേ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ചൊന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചൊന്നത്, യാ ആയിഷ, ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജ് കളഞ്ഞിട്ട് വന്നപ്പോൾ നബി തങ്ങൾ സ്വഹാബത്തോട് ചൊന്നില്ലേ, لما ورج بي إلى السماء اطلعت الجنة والنار رأيت الجنة أكثر أهلها الفقراء ورأيت النار أكثر أهلها النساء. നരകത്തിന് ഭയാനകമായ വല്ലാത്ത അദാബ് കണ്ടിട്ട് നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ചെന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കണ്ണില് കണ്ണുനീര് വണ്ട്. നബിയേ, പൂൾപൊട്ടിട്ട് നബി തങ്ങളോട് കേൾക്കടേ, യാ റസൂലല്ലാഹ് ബിമത്തഖിന്നാർ. നബിയേ, നരകത്തിന് കാക്കുക എന്തെങ്കിലും ഒരു അമല് ചൊന്നതാ നബിയേ. എന്തൊരു നരകത്തുക തടുക്കുള്ള വലിയ അമലെന്തോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചൊന്നില്ലേ, യാ ആയിഷ ഇത്തഖിന്നാർ വലഉ ബിശിഖി തംറാ. ആ നരകത്തിന് വിഷയ കേട്ടൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ ജീവനത്തിൽ പിന്നെ സന്തോഷം ഉണ്ടായിട്ടില്ല. മുൻഗാമികളായ സ്വഹാബത്ത്, താബിഈങ്ങളായ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആൾമാർ നരകത്തിനെ പേടിച്ചിട്ട്, നരകത്തിന് ഭയാനകമായ അദാബിനെ പേടിച്ചിട്ട് ഒരു നേരത്ത് നല്ല തണുത്ത തണ്ണി, നല്ല തണ്ണി, കോൾഡ് തണ്ണി കൊണ്ടുപോയി കുടിക്കുമ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു നാൾ നട്ട ഉച്ച നേരത്ത് ഇതാ ചൂട് ഭയങ്കരമായ സെക്കേല്, ഇതാ സഹിക്കാണ്ട് ബസറ ചൊല്ല നാട്ടില് ഒരു പക്കത്തിന് തണ്ണി കൊടുക്കുക വേണായിട്ട് ഇതാ ഒരു ഗ്ലാസ് തണ്ണി എടുത്തിട്ട് കുടിക്ക നിൽക്കുമ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ആ ഒരു ആയത്ത് നനപ്പുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് നനപ്പാവുടു. സ്വർഗാവകാശികളെ വിളിച്ചിട്ട് ഒരു ആയത്തുണ്ട്. ആ സ്വർഗത്തിലിരുന്ന ആൾമാര്, നരകത്തിരുന്ന ആൾമാര്, സ്വർഗത്തിലിരുന്ന ആൾമാരെ വിളിച്ചിട്ട് ഒരു തുള്ളി ഒരു ഗ്ലാസ് തണ്ണിക വേണായിട്ട് കേക്കട ഒരു സീന് വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ആയത്ത് മനപ്പായപ്പ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ തണ്ണി കുടിച്ചില്ല. അത്രത്തോളം നരകത്തെ പേടിച്ച മഹാന്മാർ, അങ്ങല്ലേ സ്വർഗത്തിന് പോണ്ട ആൾമാർ, അങ്ങല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിനോട്ട് ചൊല്ലുന്നത്, അങ്ങല്ലേ സ്വർഗത്തിന് തിരുകാടിത്തുന്നത്, അങ്ങല്ലേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ഓരോ നിസ്കാരത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നാൾ ജാവുപോലായിട്ട് പോണേല് പെട്ട പഠിച്ചോണ്ടിട്ട് നിർബന്ധമായിട്ട് ദ്വാർക്കിടതുക ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹ് മുസ്തഖീമായ തരൂ. സാലിഹീങ്ങളായ സജ്ജനങ്ങളായ സച്ചരിതരായ ആൾമാർ പോയ തെരുള് ജീവികൾ തൗഫീഖ് താ ചെന്നിട്ട് ദ്വാർക്കുമ്പോ മുൻഗാമികളായ ആൾമാർ നരകത്തിനെ പേടിച്ചില്ലേ, നരകത്തിനെ രക്ഷപ്പെടുക അമലെടുത്തില്ലേ. എന്റെ മുസ്ലിമായ, എന്റെ മുസ്ലിമീങ്ങളായ ഉമ്മപെങ്ങന്മാരെ, മുസ്ലിമത്തായ ഉമ്മപെങ്ങന്മാരെ, എന്റെ രക്ഷിതാക്കളെ, ഞങ്ങളെ മനസ്സിൽ പേടി വേണോ? നരകത്തിന് സലാമത്താവുള്ള അമല് ഞങ്ങളുടെ കയ്യിൽ വേണോ? അത് പടച്ചോണ്ടിട്ട് ദ്വാർക്കണോ?